ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. അവസാനത്തെ വീഡിയോയിൽ നമ്മൾ ഗുരു ഗോവിന്ദ് സിംഗ് മരണമടയുന്നത് വരെ കാണുകയുണ്ടായി. അങ്ങനെ ഗുരു മരണമടയുന്നതോടുകൂടി സിഖ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനായി ഒരു നേതാവില്ലാത്ത അവസ്ഥ വന്നെത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കെയാണ് മുഗൾ ഭരണാധികാരികളുടെ അടിച്ചമർത്തലുകൾ സഹിക്കവയ്യാതെ ഗുരുവിൻ്റെ ശിഷ്യനായ ബൻസിംഗ് ബഹദൂർ മുഗൾ ഭരണാധികാരികൾക്കെതിരെ സിഖ് സമൂഹത്തെ ഒന്നിപ്പിക്കുന്നത്. അങ്ങനെ ബന്ദ ബഹദൂറിന്റെ നേതൃത്വത്തിൽ സിഖ് സമൂഹം ഒന്നിക്കുകയും അനേകം യുദ്ധങ്ങൾ ജയിക്കുകയും പഞ്ചാബിന്റെ വിവിധ പ്രദേശങ്ങൾ അവിടെ പിടിച്ചെടുക്കുകയും ഭരണം നടത്തുവാനായി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകവേ വർഷം 1715 ബന്ദ ബഹദൂറിനെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഫറൂഖ് സിയർ തടവിലാക്കുകയും 1716 വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബന്ദ ബഹദൂർ മരണമടയുന്നതോടുകൂടി സിഖ് സമൂഹത്തിന് പിന്നെയും ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥ രൂപം കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ഇതേ തുടർന്ന് സിഖ് സമൂഹം വീണ്ടും രണ്ടായി വിഭജിക്കപ്പെടുന്നു. അവയായിരുന്നു കുറെ കൂടി ലിബറലുകളായവർ മുന്നോട്ട് നയിച്ച ബന്ദായ് കൽസെ, കുറെ കൂടെ ഓർത്തഡോക്സ് ട്രഡീഷൻ ഫോളോ ചെയ്തവർ നയിച്ച താത് കൽസെ. അങ്ങനെ പിന്നീട് വർഷം 1721 ആകുമ്പോഴേക്കും സുവർണ ക്ഷേത്രത്തിന്റെ അന്നത്തെ തലവനായിരുന്ന ഭായ് മണിസിംഗ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി സിഖ് സമൂഹം വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ അങ്ങനെ പോകവെയാണ് അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് മുകളിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെ ഇതേ തുടർന്ന് മുഗൾ ഭരണാധികാരികൾ ദുർബലമാകുന്നത് തിരിച്ചറിഞ്ഞ അന്നത്തെ സിഖ് സമൂഹത്തിന്റെ നേതാവായ കപൂർ സിംഗ് ഫൈസുല്ലാപുരിയ ഇതാണ് തക്കതായ അവസരമെന്ന് മനസ്സിലാക്കുകയും സിഖ് സമൂഹത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികമായി ഒന്നു ചേർത്ത് ദാൽ കൽസയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ദാൽ എന്നാൽ ആർമി അല്ലെങ്കിൽ ട്രൂപ്സ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അങ്ങനെ രൂപം കൊണ്ട ദാൽ കൽസേനെ രണ്ടായി വേർതിരിക്കുന്നു. ഒന്നാമത്തെയാണ് ബുദ്ധദാൽ, അതായത് കുറച്ച് പ്രായം ചെന്ന വ്യക്തികളും മുൻ സൈനികരുമായിരുന്നു ബുദ്ധദാലിൽ ഉൾപ്പെട്ടിരുന്നത്. രണ്ടാമതായിട്ട് തരുണാദാൽ. തരുണാദാൽ എന്നാൽ കുറച്ചുകൂടി യുവാക്കളായവരായിരുന്നു. ഇവരെ ബുദ്ധദാലിലുള്ളവർ പരിശീലനം നൽകുകയും ചെയ്തു. അങ്ങനെ 1760 ആകുന്നതോടെ അന്ന് നിലനിന്നിരുന്ന പഞ്ചാബിന്റെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പഞ്ചാബ് അവർ പിടിച്ചെടുക്കുകയും അവിടുത്തെ ഭരണാധികാരികളായി മാറുകയും ചെയ്തു. അങ്ങനെ ദാൽ കൽസയുടെ നേതൃത്വത്തിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആക്രമണങ്ങളും നേരിടുവാനായി സിഖ് സമൂഹത്തെ 12 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുകയുണ്ടായി. അവയാണ് 12 മീസിൽസ് എന്നറിയപ്പെടുന്നത്. മീസിൽസ് എന്നാൽ തുല്യം അല്ലെങ്കിൽ ഒരുപോലെ എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെ 1763-നും 1773-നും ഇടയിൽ ഇവർ കിഴക്ക് ഷഹാർപൂർ മുതൽ പടിഞ്ഞാറ് അട്ടോക്ക് വരെയും വടക്ക് ഹിമാലയ മുതൽ തെക്ക് മുൾട്ടാൻ വരെയുമുള്ള ഭാഗങ്ങളിൽ ഭരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഞ്ചാബിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന സ്ലൈഡുകളുണ്ടല്ലോ, ഈ സ്ലൈഡുകൾ UPSCക്ക് പഠിക്കുന്നവർ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും.